Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13 നടക്കാൻ പോകുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 40 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വെറും ഡിസ്കഷൻ അല്ല, എല്ലാവർക്കും അറിയാം നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ല രീതിയിൽ കിട്ടും എന്നുള്ളതാണ്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓഫർ പ്രൈസിലാണ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് 2500 റുപ്പീസ് മാത്രമാണ് കോച്ചിങ് ഫീ ആയിട്ട് ഈടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. Which among the following are the reasons for inverse relationship between price and demand? എന്താണ് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള പ്രത്യേകത? നമുക്കറിയാം, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, ഇങ്ങനെയല്ല നമ്മൾ പറയാറ്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് അങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പറയുന്ന ഇഫക്റ്റുകൾ ഉള്ളത്? അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, നമ്പർ 2 ഇൻകം ഇഫക്റ്റ്, ദെൻ സ്പെക്കുലേഷൻ ഇഫക്റ്റ്, ദെൻ ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. സോ ആദ്യത്തെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിമാൻഡ് കൂടാണ് ചെയ്യുക. കാരണം കമ്പയറിങ് വിത്ത് അതർ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാണ്? കുറയാണ്. സോ നമുക്ക് ഡിമാൻഡ് അവിടെ കൂടുതൽ സംഭവിക്കുന്നു. സോ ഇറ്റ്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കമ്പയറിങ് വിത്ത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ പ്രൈസ് കുറയുന്നു. സോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമ്പർ 1, കറക്റ്റാണ്. ദെൻ നമ്പർ 2 ഇൻകം ഇഫക്റ്റ് ആണ് പറയുന്നത്. എന്താണ് ഇൻകം ഇഫക്റ്റ്? പ്രൈസ് കുറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മുടെ റിയൽ ഇൻകം കൂടും. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ റിയൽ ഇൻകം കൂടും. കാരണം നമുക്ക് പർച്ചേസിങ് പവർ അവിടെ കൂടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ കൂടുതൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൊടുക്കുന്നുള്ളതാണ്. ഡിമാൻഡ് കൂടും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻകം ഇഫക്റ്റ്. ഐ റിപ്പീറ്റ്, ഇൻകം ഇഫക്റ്റിൻ്റെ കൺസെപ്റ്റ് എന്താ? നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ റിയൽ ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ അവിടെ കൂടുകയാണ് ചെയ്യുക. കാരണം പർച്ചേസിങ് പവർ കൂടുന്നു. സോ പ്രൈസ് കുറയുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുന്നു. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പെക്കുലേഷൻ ഇഫക്റ്റ് ആണ്. എന്താ സ്പെക്കുലേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ കാശ് കൂടുമല്ലോ, അങ്ങനെയാകുമ്പോൾ നമ്മൾ ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പ്രോഡക്റ്റ് അവിടെ മേടിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് കുറവാണ്, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുതല. അപ്പോൾ ഇപ്പോൾ പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? കൂടുതൽ ആൾക്കാർ പ്രോഡക്റ്റ് മേടിക്കുകയാണ്, ഡിമാൻഡ് കൂടുന്നു. സോ അവിടെയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അപ്പോൾ സ്പെക്കുലേഷൻ ഇഫക്റ്റിൽ സംഭവിക്കുന്നത് ഫ്യൂച്ചറിലാണ് എന്തുണ്ടാവുന്നത്? പ്രൈസ് കൂടുന്നതെന്ന് ഒരു തോന്നൽ. അതുകൊണ്ടാണ് അതിന് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടില്ല, ബട്ട് കൂടുമെന്നാണ് കരക്കമ്പി. ഇപ്പോൾ എന്താണ്? പ്രൈസ് കുറവാണ്, കാരണം കമ്പയർ ചെയ്യല്ലേ ഫ്യൂച്ചറും ഇപ്പോഴത്തെ തമ്മിൽ. സോ അവിടെ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻകം ഇഫക്റ്റ്, സ്പെക്കുലേഷൻ ഇഫക്റ്റ്, ഇത് മൂന്നിലും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്ന ആ ഒരു ഇഫക്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സ് ആണ്. എന്താണ് ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സിൻ്റെ പ്രത്യേകത? ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? പ്രൈസ് അവിടെ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാണ് ചെയ്യുക ഗിഫ്റ്റ് ആൻഡ് ഗുഡ്സിൽ. എന്താണ് എക്സാമ്പിൾ? ഇപ്പോൾ സാധാരണ ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർക്ക് അരി അല്ല, നമ്മൾ അരി ആഹാരം കഴിക്കുന്നവരാ, നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നേരെ മറിച്ച് മീറ്റ്, ഇപ്പോൾ ചിക്കൻ, ബീഫ് അല്ലെങ്കിൽ മട്ടൺ എന്നൊക്കെ പറയണത്, അതില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് ചോറുണ്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മുടെ റൈസ് ഇതിൻ്റെ വില കൂടിയാൽ
അതിൻ്റെ വില കൂടിയെന്നൊക്കെയാണ്. കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും? വില കൂടിയാലും നമ്മൾ മേടിക്കും. കാരണം അത് ഗിഫണാണ്. ഗിഫൺ ഐറ്റമാ, നമുക്കതില്ലാണ്ട് നിവൃത്തിയില്ല. നമുക്കതില്ലാണ്ട് നിവൃത്തിയില്ല. അരി ചോറിനാണ്ട് കേരളത്തിലത്തെ ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ പ്രൈസ് കൂടിയാലും അതിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക? ഗിഫൺ ഗുഡ്സ് എന്ന് പറയാം. സോ അവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ടോ? ഇല്ല. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടണം. അപ്പോൾ ഇതിൽ എക്സംഷൻ എന്ന് പറയുന്നത് എന്താ? ഗിഫൺ ഗുഡ്സ് ആണ്. ഇത് മൂന്നും ആക്ച്വലി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലുണ്ട്, ഇൻകം ഇഫക്റ്റിലുണ്ട്, സ്പെക്കുലേഷൻ ഇഫക്റ്റിലുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരാ? ഓപ്ഷൻ സി ആണ് വരാ. 1, 2 and 3. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. Moving to question number 42. Read the following statements and select the right alternative given below. In administrated pricing, prices are fixed by board of directors of company. Number 1. Number 2. In full cost pricing, a fair amount of profit is added along with the cost price. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നോക്കാം. അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിങ്, അതിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. എന്താണ് അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിങ്ങിൽ പറയുന്നത്? ഇതിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ഗവൺമെൻറ്റാണ്, പബ്ലിക് അതോറിറ്റീസാണ്. മനസ്സിലാവുണ്ടോ? പല പ്രോഡക്റ്റുകളിലും എന്താണ് പ്രൈസിൽ ഒരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രൈവറ്റിൻ്റെ കൈക്കടത്തലുകളില്ല. സോ ആദ്യത്തെ പറഞ്ഞത് ഇൻകറക്റ്റാണ്. രണ്ടാമത് നോക്കാം. ഇൻ ഫുൾ കോസ്റ്റ് പ്രൈസിങ്, എ ഫെയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ആഡഡ് എലോങ് വിത്ത് ദി കോസ്റ്റ് പ്രൈസ്. കറക്റ്റ് അല്ലേ? ഫുൾ കോസ്റ്റ് പ്രൈസിങ്ങിൽ എന്താ? നമ്മുടെ ആക്ച്വൽ കോസ്റ്റിൻ്റെ കൂടെ ഒരു ഒരു നമുക്ക് വേണ്ട ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് നമ്മൾ ഫുൾ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നോക്കിയേ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയണത് കറക്റ്റാണ്. 1 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 43. If any change in price does not affect quantity demanded, it can be due to. എന്താണ് പറയുന്നത്? എനി ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ മാറ്റം വരുമ്പോൾ അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം 4 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 യൂണിറ്ററി ഇലാസ്റ്റിക്, നമ്പർ 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, ദെൻ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. നമുക്ക് ഓരോന്നിൻ്റെ കൺസെപ്റ്റ് ഇപ്പോൾ നോക്കാം. ആദ്യത്തെ യൂണിറ്ററി ഇലാസ്റ്റിക്. എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 1% പ്രൈസിൽ ചേഞ്ച് വന്നാൽ 1% തന്നെ ഡിമാൻഡിൽ ചേഞ്ച് വരും. അതിനെയാണ് നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയാം. അതുകൊണ്ടാണ് യൂണിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ചേഞ്ച് ഇൻ പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിന് എഫക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? പ്രൈസിൽ വ്യത്യാസം വരുന്നു, ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള വ്യത്യാസം വരുന്നില്ല. അതിനാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാവുന്നത്? പ്രൈസിൽ വ്യത്യാസം വന്നിട്ടും ഡിമാൻഡിൽ വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി പ്രൈസ് കൂടിയിട്ടും ആൾക്കാർ അത്രത്തോളം ഡിമാൻഡ് തന്നെ, അത്രത്തോളം സാധനങ്ങൾ തന്നെ മേടിക്കുന്നുണ്ടാവും. പ്രൈസ് കൂടിയാലും അത് ആൾക്കാരെ ബാധിക്കുന്നില്ല. ആൾക്കാർ അത്രത്തോളം സാധനങ്ങൾ തന്നെ മേടിക്കുന്നുണ്ട്. ഡിമാൻഡിൽ വ്യത്യാസം വരുന്നില്ല. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയാൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കി രണ്ടും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് പോകാം കൺസെപ്റ്റ്. പിന്നെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് പറയുന്നുണ്ട്. എന്താ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ചെറുതായിട്ട് പ്രൈസിലൊരു വ്യത്യാസം വരുമ്പോഴേക്കും, പ്രൈസ് ഒന്ന് കുറയുമ്പോഴേക്കും ഡിമാൻഡ് വല്ലാണ്ട് കൂടുന്നു. അതിനാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈസിൽ ചേഞ്ച് വന്നാലും ഡിമാൻഡിൽ കുറച്ച് മാത്രം, പേരിനൊരു ചേഞ്ച് മാത്രം സംഭവിക്കുകയാണ്. അതിനാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 44. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ്? നമ്പർ 1, നോർമൽ പ്രൈസ് റെഫേഴ്സ് ടു ദി
long period price at which long term demand equals to short term supply. Number 2, the cost element has greater impact on determination of long run price. So ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ പറഞ്ഞിരിക്കുക. നമുക്ക് ആദ്യത്തെ നോക്കാം. നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ലോങ് പീരീഡ് നോർമൽ പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ നോർമൽ പ്രൈസ് ഇല്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? ലോങ് പീരീഡ് പ്രൈസ്, ലോങ് പീരീഡിലുള്ള അതിൻ്റെ പ്രൈസ് 5 വർഷമോ ലോങ് പീരീഡിലുള്ള അതിൻ്റെ പ്രൈസ് at which long demand equals to short term supply. ശരിയാണോ? അല്ല. ലോങ് പീരീഡ് പ്രൈസ് at which long term demand equals long term supply. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോർമൽ പ്രൈസ് എപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക? ലോങ് പീരീഡ് പ്രൈസ് ഒരു പ്രോഡക്റ്റിൻ്റെ at which long term demand equals to ലോങ് ടൈം സപ്ലൈ ആണെങ്കിലാണ് നോർമൽ പ്രൈസ് എന്ന് പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടൈം സപ്ലൈ എന്നാണ്. സോ ദാറ്റ് മീൻസ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇൻകറക്റ്റ് ആണ്. നമ്പർ 2, ദി കോസ്റ്റ് എലമെൻറ്റ് ഹാസ് ഗ്രേറ്റർ ഇമ്പാക്ട് ഓൺ ദി ഡിറ്റർമിനേഷൻ ഓഫ് ലോങ് റൺ പ്രൈസ്. കോസ്റ്റ് എലമെൻറ്റിന് ലോങ് റൺ പ്രൈസിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. വളരെ കറക്റ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ 2 കറക്റ്റാണ്. അപ്പോൾ ഇത് ആൻസർ ഏതാ? ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ക്ലിയർ അല്ലേ? മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 45. ദി ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിലിൽ ഇൻക്ലൂഡ് ആവാത്തത് ഇതാണ്. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ഇന്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നു, ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ബെനഫിറ്റാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മാസ് പ്രൊഡക്ഷൻ നടത്തുന്നു, ഗ്രോത്ത് ഉണ്ടാവുന്നു, സൈസ് കൂടുമ്പോൾ നമുക്ക് എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയ്ക്കാൻ സാധിക്കും. ഫിക്സഡ് കോസ്റ്റിൻ്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ സൈസ് കൂടുമ്പോൾ, ഗ്രോത്ത് കൂടുമ്പോൾ നമുക്കവിടെ ബെനഫിറ്റ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിലിൽ ഇല്ലാത്തതാണ് ചോദിക്കുന്നത്. ആദ്യം പറയുന്നത് ഇക്കോണമീസ് ഓഫ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ, അത് ഇൻറ്റേർണലാണ്. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ്. ഇക്കോണമീസ് ഓഫ് റിസ്ക് സ്പ്രെഡിങ്, വിത്തിൻ ദി ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിപാടിയാണത്. ഇക്കോണമീസ് ഓഫ് റിസ്ക് സ്പ്രെഡിങ് വിത്തിൻ ദി ഓർഗനൈസേഷൻ, ഇൻറ്റേർണലാണ്. ദെൻ മാർക്കറ്റിംഗ് ഇക്കോണമീസ്, അതും ഇൻറ്റേർണലാണ്. ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്റ്റേണലാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഔട്ട്സോഴ്സ് ചെയ്യുക, പുറമേയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് ഇക്കോണമീസ് ഓഫ് ഡിസിൻറ്റഗ്രേഷനിൽ നടക്കുന്നത്. എക്സ്റ്റേണൽ പാർട്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നു, നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ബാക്കി 3 ഇൻറ്റേർണലാണ്. വിതിൻ എന്താണ് നടക്കുന്ന കാര്യങ്ങളാണ്. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ആവട്ടെ, റിസ്ക് സ്പ്രെഡിങ് വിത്തിൻ ഓർഗനൈസേഷൻ, മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാതും. ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യും, പുറമേ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സോ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമേ അത് ആൻസർ ചെയ്ത് കിട്ടുള്ളൂ എന്നുള്ളതാണ്, ശരിയാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിലൂടെ എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.